ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തലശ്ശേരി ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. നമ്മൾ ആദ്യം തന്നെ 2 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ കളർ മാറുന്ന ടൈമിൽ മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അതുവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാരണം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണെങ്കിൽ ഇത് വഴന്ന് പോവത്തേ ഉള്ളൂ, ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തവിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സെയിം ഓയിലിൽ കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മുടെ തലശ്ശേരി ബിരിയാണിയിലൊക്കെ ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടുന്ന ടൈമിൽ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാനിത് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയെന്ന് 1/4 ഭാഗം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കി വരുന്ന 1/4 ഭാഗം നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഈ 1/4 ഭാഗം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തലശ്ശേരി ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സവാള ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പശുവിൻ നെയ്യ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചധികം മസാല വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ 3 സവാള വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം, എങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 10 പച്ചമുളക്, കുറച്ചധികം വെളുത്തുള്ളി, അതേപോലെ ഈ ഒരു വലിപ്പത്തിൽ 3 പീസ് ഇഞ്ചി എന്നിവ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചധികം വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്കിനി ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് അടിഞ്ഞ് വന്നാൽ മതി, ഒത്തിരി ഫൈനായിട്ട് അടിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിന് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടിയൊക്കെ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തക്കാളി, തൈര്, അതേപോലെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈര് കുറച്ച് പുളി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സവാളയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സവാള വഴന്ന് വരാനുള്ള ഉപ്പ് മാത്രമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒത്തിരി പുളിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് 1 കിലോഗ്രാം ചിക്കൻ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാറ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിനി ഇവിടെ ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാകത്ത് പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഇവിടെ അത്യാവശ്യം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തുറന്ന് വെച്ചിട്ട് കുറച്ച് ടൈമും കൂടി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ വേവൊന്ന് ശ്രദ്ധിക്കുക. ചിക്കന് വേവണം, എങ്കിലേ നമ്മുടെ ബിരിയാണി നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ചോറ് റെഡിയാക്കുന്നവരെ ഇത് ഈ ചൂട് തന്നെ കിടക്കണം കേട്ടോ ചിക്കന്. നമ്മൾ ഇനി ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇവിടെ ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്കായ്, 3 ഗ്രാമ്പു, അതേപോലെ ചെറിയൊരു പീസ് പട്ട, പിന്നെ പട്ടയുടെ ഇല, ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സവാള ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി സവാള മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഡബിളാണ് വെള്ളം എടുക്കാറ്. പക്ഷേ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് 1 കപ്പ് കുറച്ചിട്ട് വെള്ളം എടുത്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി വെന്ത് പോകും. നമ്മളിനി ദമ്മിലിടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഒത്തിരി വെന്തൊടിയും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് കുറച്ചിട്ട് വെള്ളം എടുക്കാം. 8 കപ്പിന് പകരം 7 കപ്പ് വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ചോറ് വെന്തിട്ട് അലിഞ്ഞു പോവും. ഈ വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ജീരകശാല അല്ലെങ്കിൽ നമ്മുടെ കൈമയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഞാനിതിവിടെ കുതിർത്തൊന്നും വെക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കുതിർത്തൊന്നും വെക്കാറില്ലല്ലോ. അപ്പോൾ ചില അരിക്കൊക്കെ കുതിർത്ത് വെക്കണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അരിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനിത് കുതിർത്ത് വെക്കാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അരിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അതേപോലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ദമ്മ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ദമ്മ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് റോസ് വാട്ടർ വേണം. അപ്പോൾ അതാ ഇതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഏകദേശം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്നിവിടെ മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ചോറ് വേവുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കിയിട്ട് വെക്കണം. കാരണം ചോറ് ചൂടോട് കൂടിയിട്ട് വേണം ദം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ കൂട്ടിലോട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ചോറിൻ്റെ 1/3 വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ 3 ഭാഗമായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റോസ് വാട്ടർ, അതേപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത സെറ്റ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. അതിലും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം.
അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ തലശ്ശേരി ബിരിയാണിയിലൊക്കെ കുറച്ച് അധികം തന്നെ മല്ലിയില ഉണ്ടാവും. അപ്പം അതും കൂടി ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്ത സെറ്റ് ചോറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത സെറ്റ് ചോറിൻ്റെ മുകളിലോട്ടും നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ഇട്ടപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ചെയ്യുന്ന 2 പ്രാവശ്യം നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, ഒത്തിരി കൂടണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് മൊത്തം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാക്കിയുള്ള റോസ് വാട്ടറും അതേപോലെ സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും എല്ലാം ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് ദമ്മ് ചെയ്തിട്ട് ബിരിയാണി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിത് ദം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൈദപ്പൊടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മൈദപ്പൊടിയൊക്കെ കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ മൈദപ്പൊടി തന്നെ ചെയ്തെടുക്കണം എന്നില്ല. അപ്പോൾ ഞാനിവിടെ അല്പം മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിൻ്റെ മൂടിയിൽ ഈ മൈദപ്പൊടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നാട്ടിലൊക്കെ ചെമ്പിലൊക്കെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇതേപോലെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. നല്ല ടൈറ്റിൽ മൂടിയിട്ട് കിടക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ അകത്ത് ആവിയൊക്കെ കിടന്നിട്ട് നല്ല ദമ്മായിട്ട് ഇരിക്കുള്ളൂ നമ്മുടെ ബിരിയാണി. ഈ മൂടിയിലുള്ള ചെറിയ ഹോളിലും കൂടി ഇതേപോലെ ഒന്ന് മൈദപ്പൊടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കാത്തൊരു തവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തീ കൂടിക്കഴിഞ്ഞാൽ ഇത് അടി കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ആദ്യത്തെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി കുറേ നേരം ആയില്ല വേവിച്ച് വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചൂട് കയറിയിട്ട് ആവി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കണം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ആവി വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ദമ്മൊട്ടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ദമ്മായിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സർവ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. നമ്മുടെ മുകളിലുള്ള ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ മസാല താഴെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ആ ഭാഗത്തൊക്കെയുള്ള ചോറൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഒരു ബൗളിലാണ് കേട്ടോ സർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സർവ് ചെയ്യാം. സാധാരണ നമ്മളൊരു പ്ലേറ്റിലിട്ട് തന്നെ ചോറും അതിൽ തന്നെ ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സർവ് ചെയ്യാറ്. അപ്പോൾ അതാ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ദമ്മ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ അതിൽ ആവിയൊക്കെ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്